Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇതൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. ചിലവർ ഇതുപോലെ ചെയ്ത് കാണുമായിരിക്കും, അങ്ങനെ ചെയ്യാത്തവർ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പാനായിട്ടൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക് പാനിലോട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു സ്വാദും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളം കറിവേപ്പില ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഏറ്റവും ആദ്യം എല്ലാ പൊടികളും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് കോവയ്ക്കെല്ലാം ചേർക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ഏതൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴും ആ ഒരു മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, അതായത് കുറച്ചും കൂടെ സ്വാദ് കൂടും. പക്ഷെ നിങ്ങൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് ഇതേപോലെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. അതെന്താണെന്നല്ലേ? ഇത് തന്നെയാണ് സംഭവം. അതായത് ഉലുവ പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ച ഉലുവയൊന്നല്ല കേട്ടോ. സാധാരണ കുറച്ച് ഉലുവ എടുക്കുക, പൊടിക്കുക, ചേർക്കുക. 1/4 ടീസ്പൂൺ ഒന്നും ചേർക്കേണ്ട, വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം. ഓക്കെ, 1/4 ടീസ്പൂണിലും കുറവ് ചേർത്താൽ മതി. കാരണം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു കയ്പ്പ് രസം മുന്നിട്ട് നിൽക്കും. നമുക്ക് ആ നല്ലൊരു സ്മെല്ല് കിട്ടണം. ഇതേപോലെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കും, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാനൊരു 12 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഈ രീതിയിൽ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് ഇട്ടിട്ട് എവിടെയും പോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒരു 625 ഗ്രാം വരുന്ന കോവയ്ക്കയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ ഞാൻ എപ്പോഴും ഇതേപോലെ നീളത്തിലാണ് അരിയാറ്. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ തീരെ കട്ടി കുറയാനും പാടില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി എല്ലായിടത്തും ആ ഒരു സ്പൈസസ് ഒക്കെ പിടിക്കുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് എല്ലായിടത്തും ആ സ്പൈസസ് പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഉലുവ പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഇപ്പം കുറേ പേരുടെ മനസ്സിൽ ഓർത്തുണ്ടാവും ആരെങ്കിലും മെഴുക്ക് വരട്ടിയിൽ ഉലുവ ചേർക്കുമെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് എൻ്റെ അമ്മ ചെയ്യാറുള്ള ഒരു ടിപ്പാണ്. ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇതേപോലെ കുറച്ച് പൊടിച്ച് ഉലുവ ചേർക്കുമ്പം ഈ ഒരു മെഴുക്ക് വരട്ടിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ കോവയ്ക്ക വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചുമല്ല വേവിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു നോൺ സ്റ്റിക് പാനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക് പാൻ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നേരെ ചൂടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കേണ്ട വരുമായിരിക്കും. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാം. അപ്പം ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളം ഒരു തുള്ളി പോലും ചേർക്കുന്നില്ല. കാരണം ഒരു വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ചെറിയൊരു വ്യത്യാസം വരും. അപ്പം നമ്മളിത് തുറന്ന് വെച്ച് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുവാണ്. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കും നമ്മളുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ഞാനിത് ഇളക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സമയം ഇട്ട് വലിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ 35 മിനിറ്റ് ഒക്കെ എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.